നമസ്കാരം, രുചിക്കൂട്ടിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമൊന്ന് കരുതട്ടെ. ഇന്ന് നമുക്ക് ഇപ്പോൾ ഒരു 4 മണിയായപ്പോൾ ഓടിച്ചെന്ന് മേടിച്ചുകൊണ്ട് വന്നൊരു അന്തിപ്പച്ചയാണ്. പച്ച ഇല 1 കിലോ, ഒരു 11 ഉണ്ട്. ഇത് നല്ല ഇതായിട്ട് നന്നായിട്ട് വെട്ടി കഴുകി നല്ല വരയൊക്കെ ഇട്ട്. ഇത് എന്തിനാണെന്ന് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഗസ് ചെയ്യാവുന്നതാണ്. ഇത് നമ്മളൊരു അയല 2 മസാലയിൽ നമ്മളിത് വറുത്തെടുക്കുന്ന ഒരു ഇതാണ്. അയല എല്ലാവരും വീട്ടിലൊക്കെ ഫ്രൈ ചെയ്യുന്നതാണ്. 2 മസാല, ഒരു കുരുമുളക് ഇതുണ്ട്, ഒരു മസാല പച്ചക്കുരുമുളക്, പച്ചക്കാന്താരി, കരിയാപ്പില, ഇഞ്ചി വെളുത്തുള്ളി, ഉപ്പ്, അല്പം വിനാഗിരി ഇത് ചേർത്ത് ഒരു മസാലയിൽ പച്ച കളറിലും മറ്റ് ഇത് തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി, കരിയാപ്പില ഇത് ചേർത്ത് ചുമല മസാലയിലുണ്ടാക്കുന്ന വളരെ രുചികരമായ ഒരു അയല ഫ്രൈ ആണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇത് ഒരു മസാല ഉണ്ടാക്കും. നയിക്ക് നന്നായിട്ട് ഇപ്പം പച്ചക്കുരുമുളക് കിട്ടുന്നതാണ്. അത് നമ്മുടെ കൊടിയെന്ന് എടുക്കാം. പിന്നെ അത് നന്നായിട്ട് കഴുകി അല്ലി അടത്തി വെച്ചിരിക്കുന്ന കഴുകിയെടുത്തത്. എന്നിട്ട് കുറച്ച് കരിയാപ്പില, ഒരു ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി, അല്പം ഉപ്പ്, ഇതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇതിൻ്റെ എരിവ് ഈ കുരുമുളകും ഇഞ്ചി ഇതാണ്. അപ്പം ഇത് മിക്സ് ചെയ്ത് അല്പം വിനാഗിരിയാണ്. ഈ വിനാഗിരി ചേർക്കുന്നതുകൊണ്ട് ഈ കഷ്ണത്തിന് പുളി വരുമെന്നൊന്നും പേടിക്കണ്ട. ഞാനിപ്പം ഇത് മിക്സിയിൽ അരച്ചുകൊണ്ട് പച്ച മസാല റെഡി ആയിട്ടുണ്ട്. അതിലൊരു അല്പം 2ലും ഈ ചുവന്ന മസാല 2, അതിലല്പം വെളിച്ചെണ്ണ ഒരല്പം പുരട്ടിയിട്ടുണ്ട്, ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ആ വെളിച്ചെണ്ണയിൽ എന്നിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ആദ്യം നമുക്ക് ഈ മസാല ഇതേ തേച്ച് പിടിപ്പിക്കാം. നമ്മൾ 2 കളറിൽ, അതായത് കുരുമുളകിൻ്റെയും കാന്താരിയെല്ലാം പച്ച മസാല ചേർത്ത് അയല നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മുളക് പൊടി, അല്പം കുരുമുളക് പൊടി, വെളുത്തുള്ളി, ഇഞ്ചി, കരിയാപ്പില, ഉപ്പുപൊടി, വിനാഗിരി അരച്ചതാണ്. അപ്പോൾ വിനാഗിരിയിൽ ഇത് അരച്ചുകൊണ്ട് ഈ മീൻ പുളി പിടിക്കുമെന്നൊന്നും പേടിക്കേണ്ടത്. ഈ പെട്ടെന്ന് ആ അയലയ്ക്ക് അല്ലെങ്കിൽ ഈ ഏത് മത്സ്യത്തിനാണ് അതിൽ പെട്ടെന്ന് മസാല നന്നായിട്ട് ആ മുറിവിൻ്റെ അകത്തോടെ കയറി പിടിക്കാനായിട്ടാണ് കിട്ടുന്നത്. ഇനി ഇത് നമുക്കൊരു 10 മിനിറ്റോ അതിൽ കൂടുതൽ സമയമാണെങ്കിലും ഇത് റെസ്റ്റിന് വെക്കുകയാണെങ്കിൽ ഇത് നന്നായിട്ട് ഈ മസാലയെല്ലാം കയറി പിടിക്കും. അതുകൊണ്ട് നമുക്കൊരു 10-15 മിനിറ്റ് റെസ്റ്റിന് വെക്കാം. അതിനുശേഷം നിങ്ങളെ ഇത് കാണിക്കണം. ഇത് നമ്മൾ മസാല എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഒരു പാൻ എടുത്തിട്ട്, ഈ പാൻ കണ്ട് 2 ലെയറായിട്ട് ഉള്ളൊരു പുതിയൊരു ആധുനിക രീതിയിലുള്ള പുതിയ ഒരു പാനാണ്. ഈ പാൻ കാണിച്ചത് ഇത് അതിൻ്റെ അകത്ത് ചുമ്മാ ഒരു കരിയാപ്പില ആദ്യം ഒന്ന് ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ അയല, അപ്പം ഈ പാന് അതിൻ്റെ കാര്യം ഞാൻ പറയട്ടെ. അത് എൻ്റെ ഒരു കൂട്ടുകാരന് പത്തനാട്ട് വലിയൊരു കടയുണ്ട്, ഡിസ്നി ഹൈപ്പർ മാർക്കറ്റ് ഉള്ളത്. അപ്പോൾ ഞാൻ ഈ ചാനൽ തുടങ്ങി ഇതൊക്കെ കണ്ടപ്പോൾ ഒരു ദിവസം കടയിൽ ചെന്നപ്പോൾ അദ്ദേഹം എനിക്കിത് ഗിഫ്റ്റായിട്ട് തന്നു. അപ്പോൾ ഇത് വളരെ പ്രയോജനമുള്ളൊരു 2 ലെയറായിട്ട് ഇതിൻ്റെ അകത്ത് വേണ്ട ഒരു ചെറിയ ഒരു ലെയർ. ഇപ്പോൾ എണ്ണ വളരെ കുറവ് മതി. പിന്നെ വന്നിട്ട് നമുക്ക് ഇത് അടിയിലൊന്നും പിടിക്കത്തില്ല. നല്ല നോൺ സ്റ്റിക്കിൻ്റെ ആയതുകൊണ്ട് അടിയിൽ പിടിക്കത്തില്ല. എന്നിട്ട് ഇതിൻ്റെ മണ്ടയ്ക്ക് ഈ മസാല ഒരു അല്പം കൂടെ തേച്ച് കൊടുക്കുക. ഈ മെത്തേഡിൽ തന്നെ നമുക്ക് ഈ അയല അല്ലെങ്കിൽ നമ്മൾ ഈ കരിമീനൊക്കെ പൊള്ളിക്കുന്ന പോലെ ഇത് നമ്മൾ ഇലയ്ക്കകത്ത്, വാഴയിലയ്ക്കകത്ത് പൊള്ളിച്ചെടുക്കുകയും ചെയ്യാം. അപ്പം ഇത് ഞാൻ ഇപ്പോൾ ഇത് ഫ്രൈ ചെയ്ത് നമ്മൾ എല്ലാ വീടുകളിലും കാണിക്കുന്ന അതാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അപ്പം മസാല ഇത് അല്പം കൂടെ ഇത് ഒരു 10-20 മിനിറ്റ് മസാല പുരട്ടി റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം നമ്മൾ ആലോചിക്കുക, മീൻ വറക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ ഇതൊക്കെ എന്തൊരു രീതിയാണെന്ന് നമുക്കറിയാവുന്ന ആ അറിവ് നമ്മൾ ഇതൊന്ന് കാണിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ടുണ്ട്, പക്ഷേ ഇത്ര എണ്ണയുടെ ആവശ്യമില്ല ഇതിൻ്റെ അകത്ത് വറക്കാനായിട്ട്. അപ്പം അതിലാണ് നമ്മൾ വറുത്ത് ആ പുളിരസമൊന്നും കാണിച്ചത്. പക്ഷേ ഇത് നല്ല രീതിയിൽ നമുക്ക് ആ മസാല ഇത് പെട്ടെന്ന് പിടിക്കും. ഇത് ആ പച്ച മസാലയുടെ കുരുമുളക്, കാന്താരി, അതിൻ്റെ ആ പച്ച മസാലയുടെ ഇലയാണ് വറുത്ത് പോയിരിക്കുന്നത്.
അടുത്ത നമ്മൾ ചുമല മസാല, അതായത് മുളക് പൊടി എല്ലാം ചേർത്ത് അതാണ് അടുപ്പത്ത് കിടക്കുന്നത്. അതും നമുക്കൊരു 5-8 മിനിറ്റ് കൊണ്ട് നമുക്കത് തിരിച്ചും മറിച്ച് വെച്ച് നന്നായിട്ട് കിട്ടും. ഞാൻ വീണ്ടും ഈ പാത്രത്തിൻ്റെ കാര്യം പറയുന്നു. ഇത് നമുക്ക് മേടിക്കാം. ഇത് 2 ലെയറായിട്ടുള്ളതാണ്. ഇതിൻ്റെ ഇടയ്ക്കുള്ള ഈ എണ്ണ ഇങ്ങനെ കയറി കിടക്കുന്നതുകൊണ്ട് നമുക്ക് പറക്കാനായിട്ട് നമുക്ക് എണ്ണ വളരെ കുറവ് മതി. അതാണ് ഇതിൻ്റെ പാത്രത്തിൻ്റെ പരസ്യം പറയുകയല്ല, നമുക്ക് വളരെ ഗുണപരമായൊരു പാത്രമാണ്. അപ്പോൾ ഇനി നമ്മളിത് വറുത്തിട്ട് കാണിക്കാം. നല്ല വെറൈറ്റി അയല, നല്ല പച്ചയ്ക്ക് വെച്ച അയല 2 ടേസ്റ്റിൽ നല്ല. ഇത് വീടുകളിലെല്ലാവരും നമുക്ക് ഒന്ന് പരീക്ഷിക്കാവുന്നതാണ്. ഇത് പരീക്ഷിച്ച് അപ്പം ഞങ്ങളുടെ ഈ ചാനൽ കാണുന്ന ആളുകൾ നിങ്ങൾ നല്ല കമൻറ്റുകൾ രേഖപ്പെടുത്തി നമ്മുടെ ഇതിനും എല്ലാവരും നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റുകൾ രേഖപ്പെടുത്തുക. എന്നിട്ട് മറ്റൊരു വിഭവമായിട്ട് കാണുന്നവരെ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗുഡ് ബൈ.